അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. പീസ് റേഡിയോയുടെ കൂടിക്കാഴ്ച പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം മൂലം ഇന്ന് നമുക്ക് ഒരു മഹൽ വ്യക്തിത്വത്തെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. 4.5 പതിറ്റാണ്ടിലേറെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഇ.ടി. മുഹമ്മദ് ബഷീർ അവർകൾ ഒരു ഹ്രസ്വ സന്ദർശനാർത്ഥം സൗദി അറേബ്യയിൽ വന്നു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ഈയൊരു സമയം നമുക്കായി ഉപയോഗിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ. ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് അവർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ. ഏതാനും ചില വിഷയങ്ങളിൽ താങ്കൾ ഞങ്ങളുമായി സംവദിക്കണം. നല്ല കാര്യം. അപ്പോൾ ഈ 4.5 പതിറ്റാണ്ടിലേറെയായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേറെക്കാലം കേരളത്തിൽ MLA ആയും അതുപോലെ മന്ത്രി 2 തവണ വിദ്യാഭ്യാസ മന്ത്രിയായും പ്രവർത്തിച്ചു. അപ്പോൾ താങ്കൾക്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ പ്രചോദനം നൽകിയ കാരണങ്ങളിൽ നിന്ന് തുടങ്ങാം. അൽഹംദുലില്ലാ. ആദ്യമായിട്ട് നിങ്ങളിങ്ങനെ വിളിച്ച് വരുത്തി സംസാരിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടാക്കിയത് സന്തോഷം. ഞാൻ ഫോളോ ചെയ്യുന്നതാണ്, പീസ് റേഡിയോനെ ഫോളോ ചെയ്യുന്നുണ്ട്. താങ്ക് യു. പിന്നെ ഇത് നല്ല വർക്കാണ്. പല മീറ്റിങ്ങിനും വിളിക്കാറുണ്ട്, പോകാറൊക്കെ ഉണ്ട്. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൻ്റെ സംഗതി എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ മുസ്ലിം ലീഗിൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു. അതെ. അപ്പോൾ ആ പശ്ചാത്തലം പിന്നെ ഞാൻ ഫാക്ടറിയിൽ ഞാൻ ശരിക്കും MSF യൂത്ത് ലീഗ് അങ്ങനെ കയറി വന്ന ആളല്ല. ഞാൻ ശരിക്കും ലേബർ മൂവ്മെൻറ്റിലൂടെ വന്നതാണ്. ലീഗ് രാഷ്ട്രീയത്തിൽ അതെ ലേബർ മൂവ്മെൻറ്റിലൂടെ വന്ന് ഞങ്ങൾ കുറച്ചാളുള്ളൂ. അതെ. കാരണം ഞാൻ മാവൂർ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഫാക്ടറി. അപ്പോൾ അതൊരു എൻ്റെ മാർഗ്ഗം അതായിരുന്നു. MSF യൂത്ത് ലീഗൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ മെയിനായിട്ട് ലേബർ മൂവ്മെൻറ്റിലൂടെ ഞാൻ വന്നത്. അപ്പോൾ ആ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻവോൾവ് ആയിട്ട് രാഷ്ട്രീയം അങ്ങനെ വന്ന് അതിൻ്റെ നേരെ വന്നതാണ്. മാഷാ അല്ലാ. അപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെടാൻ കാരണം പിതാവിൻ്റെ ഞങ്ങൾ എൻ്റെ വാപ്പ മാഷായിരുന്നു ബേസിക്കലി. മലപ്പുറത്ത് പോയിട്ട് അന്ന് നമ്മൾ ട്രെയിനിങ് സ്കൂളൊന്നും ഉണ്ടായിരുന്നു, അവിടുന്ന് ഇതാക്കിയാണ്. ലീഗിൻ്റെ വലിയ ആശയക്കാരനും നമ്മളങ്ങനെ കയ്യിൽക്കൂടെ ഉയർന്നു വരുന്ന വലിയ സന്തോഷമുള്ള സംഗതിയായിരുന്നു. അതെ. അങ്ങനെ വന്ന് കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കാനും MLA ആവാനും 2 തവണ വിദ്യാഭ്യാസ 7 വർഷം. അതെ. 7 വർഷം വിദ്യാഭ്യാസത്തിൻ്റെ. അതെ. പല സമയത്തും ആ സമയത്ത് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരുപാടുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് കുറേ സംസാരിച്ച് ഇരിക്കണം എന്ന് ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു സമയത്തിൻ്റെ അത് മിനിസ്റ്റർ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനത്തിൽ എനിക്ക് ഉള്ളൊരു റാഹത്താണ്. കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു തോന്നിച്ചാൽ നമുക്കറിയാം ന്യൂനപക്ഷ വിദ്യാഭ്യാസം വളരെ പിന്നിലായിരുന്നു. പ്രത്യേകിച്ച് ജനറൽ എഡ്യൂക്കേഷനിലും മറ്റ് കോളേജ് സ്കൂൾ എഡ്യൂക്കേഷൻ ഓഫ് കോഴ്സ് CHൻ്റെ കാലഘട്ടത്തിൽ സ്കൂൾ എഡ്യൂക്കേഷൻ വളരെ മുന്നോട്ട് വന്നു. അപ്പോൾ എൻ്റെ പീരീഡ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് CHന് ശക്തമായ അടിത്തറ ഇട്ടിരുന്നു. അതെ. പിന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ കുറവായിരുന്നു പിന്നോക്ക വിഭാഗത്തിൽ. അതിൽ റവല്യൂഷണറി ചേഞ്ച് വരുത്താൻ കഴിച്ച അന്നത്തെ ഗവൺമെൻറ്റാണ്. ഇന്ന് കാണുന്ന ന്യൂനപക്ഷത്തിൻ്റെ മിക്കവാറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, അതുമായിട്ട് അത് വ്യത്യസ്ത മേഖലയിൽപ്പെട്ട കോളേജുകൾക്കെല്ലാം മെഡിസിന്, എൻജിനീയറിങ്, ജനറൽ, UGC ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഏറ്റവും അധികം ഉയർന്നു വന്നത് ഞാൻ മനസ്സിലായിരുന്ന കാലഘട്ടത്തിൽ. ഹയർ എഡ്യൂക്കേഷൻ അതിൻ്റെ നമ്മൾ കൊടുത്തതെന്നല്ല, പോളിസി ഉണ്ടാക്കി. അതായത് ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇത് മാത്രമുള്ളതിനെ മാറ്റി സെൽഫ് ഫിനാൻസിങ് സെക്ടർ കൂടി വന്നു. സെൽഫ് ഫിനാൻസിങ് സെക്ടർ കൂടി വന്നപ്പോൾ അതങ്ങ് ഓപ്പൺ അപ്പ് ചെയ്തു. ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു. അത് ഒരു വലിയൊരു സംഭവ വികാസമായിരുന്നു. അങ്ങനെ പിന്നോക്കം തള്ളപ്പെട്ട ആളുകളുടെ വിദ്യാഭ്യാസ വികസനത്തിന് ചെയ്യാൻ കഴിയുന്നത് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ മനസ്സിന് സുഖം നൽകുന്നൊരു സംഗതിയാണ്. ആ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തായിരുന്നു? പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് വെച്ചാൽ എൻ്റെ കാലഘട്ടത്തിൽ പൊതുവെ ഈ സ്ഥാപനങ്ങളൊക്കെ കൊടുക്കുന്ന സംഗതി വന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾ എപ്പോഴും അങ്ങനെ പ്രാന്തവൽക്കരിക്കപ്പെട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ച ആളുകൾ പലതരത്തിലുള്ള ഉപദ്രവം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളൊക്കെ അതിനോട് വളരെ വളരെ കേസ് കൊടുത്തു. അവർ ഈ കോളേജ് കൊടുത്തതിനെതിരായിട്ട് കേസ് കൊടുത്തു. ഡൽഹി സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതിൻ്റെ മുമ്പാകെ ഒരുപാട് തെറ്റായ ആർഗ്യുമെൻ്റ് കൊണ്ടുവന്നു. പക്ഷെ ഒന്നും കോടതി വഹിച്ചില്ല. അവസാനം ആ തീരുമാനം ശരിയായിരുന്നു. സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ
തീരുമാനം ശരിയായിരുന്നു എന്ന് കോടതി പറഞ്ഞു. അത് ഓപ്പൺ അപ്പ് ചെയ്തു. പിന്നെ തടച്ചിൽ, ബഹളം, അങ്ങനെ കൂത്തുപറമ്പിൽ ആ വെടിവെപ്പും മറ്റുണ്ടായിരുന്നു. ഞാൻ പോകേണ്ടതാണ് അതിന്. ഞാൻ പിന്നെ പക്ഷേ അന്ന് MVR ആണ് ഇതിന് പോയത്, വേറെ ഫംഗ്ഷനുമായതാണ്. അപ്പോൾ അന്ന് ഈ സമരം നടക്കുന്ന സമയത്താണ്. അതൊക്കെ തരണം ചെയ്യാൻ അന്നെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ചെറിയ പ്രായമാണ്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അപ്പോൾ അതിനൊക്കെ ഒരു ഉഷാർ ഉണ്ടാവും. അതെല്ലാം ഏതായാലും പാർട്ടി കൂടെ വന്നു, എല്ലാവരും കൂടെ വന്നു, ഉഷാറായി. കേസ് വന്ന സമയത്ത് ഈ കോളേജുകൾ കൊടുക്കുന്ന കേസ് വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ, ഞങ്ങൾ കോളേജ് കൊടുത്ത കുറേ സ്ഥാപനങ്ങളുണ്ട്, ഓരോ സമുദായ സംഘടന എല്ലാത്തും പോയത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളും വക്കീലിനാക്ക്. അതെ, ഗവൺമെൻറ് നല്ല വക്കീലിനാക്കി. അവർ നിർത്തി. അവരെല്ലാം ഇപ്പോൾ സുപ്രീം കോടതി കേസ് വിളിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ പ്രധാനപ്പെട്ട എല്ലാ ലോയേഴ്സും അതിനുവേണ്ടി അപ്പയർ ചെയ്തു. അങ്ങനത്തെ പല തരം വലിയ നേട്ടമായി. അതിന് പുറമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് കൂടി വരികയാണെങ്കിൽ, ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് അതുമാത്രമല്ല, പൊതുവെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കുറവുണ്ട്. അതുകൂടി നേരെയായി വരികയാണെങ്കിൽ വലിയ മാറ്റത്തിന് അത് വഴിയൊരുക്കും. ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് പലതും പിന്നെ ഓർക്കുന്നുണ്ട്. ഈവൻ ഒരു സംസ്കൃത യൂണിവേഴ്സിറ്റിക്ക് വരെ എൻ്റെ കാലത്താണ് വന്നത്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ എല്ലാ ജനവിഭാഗത്തെയും കൂട്ടുപിടിച്ച് കൊണ്ടുപോകുന്നത്, നമ്മൾ കമ്മ്യൂണലാണ് അല്ലെങ്കിൽ പക്ഷപാതം, നമ്മൾ ന്യായമാണ് ചെയ്തതെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന വിധം ചെയ്തെങ്കിലേ നിൽക്കുള്ളൂ. അതുകൊണ്ട് ഇത്തരം സംഗതികൾ വന്ന സമയത്ത് അത് വളരെ ഫലം ചെയ്തു. കാരണം ആ യൂണിവേഴ്സിറ്റി വന്നത് അത് സൃഷ്ടിച്ച ഗ്രേസ് ഉണ്ട്. നമ്മളെ ഒരു കമ്മ്യൂണലല്ല. അതേസമയത്ത് നമ്മൾ ന്യൂനപക്ഷം ചെയ്യുമ്പോൾ ന്യായമായ മറ്റു കാര്യങ്ങൾ അതിൽ മറ്റെല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ, മുന്നോക്ക വിഭാഗത്തിനും വിദ്യാഭ്യാസ ആവശ്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ചെയ്യണമല്ലോ. ന്യൂനപക്ഷത്തെ ബ്രിഡ്ജപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം നടത്തുമ്പോൾ ഈ പോരായ്മകൾ അവർക്കുണ്ട്, ഭൂരിപക്ഷ സമുദായത്തിനുണ്ട്, സമുദായത്തിൻ്റെ അല്ലാത്തവർക്കുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ വെൽ ബാലൻസ്ഡ് ആയിട്ട് ജുഡീഷ്യസ് ആയിട്ടുള്ള ഒരു തീരുമാനം എല്ലാവരെയും ബാധിക്കുന്ന വിധത്തിൽ കൊണ്ടുപോയതുകൊണ്ടാണ് അത് വിജയിച്ചത്. അല്ലെങ്കിൽ തടസ്സം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും. അതെ, വാസ്തവത്തിൽ ന്യൂനപക്ഷം ഒരുപാട് പിന്നോക്കം പോയി ചെയ്യാനുള്ള അത് മാനേജ് ചെയ്ത് വളരെ ഇതായിട്ട് അത് ശരിയായ തോതിൽ വന്നു. അതല്ലാഞ്ഞാൽ ഇപ്പോൾ ഏതാണെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നും ബഹളം, പ്രശ്നം, ജാതീയതയും അതെല്ലാം കൂടി ആയി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എത്ര അധ്വാനിച്ചാലും. അപ്പോൾ അതെല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സമീപന രീതി എല്ലാവരും കൊണ്ടുവരുന്നത്. നല്ല കോൺസെപ്റ്റ്. കഴിഞ്ഞ വരെ വലിയ ഡിസ്റ്റർബൻസ് അങ്ങനത്തെ നിലയിൽ വന്നിട്ടില്ല. അതെ. പിന്നെ താങ്കൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയി. അപ്പോൾ ഈ പാർലമെൻറ്റിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങളുടെയും അതുപോലെ മുസ്ലിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടും ദളിതുകളുടെയും ഒക്കെ ഈ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് താങ്കൾ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏതാനും അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റുമോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ പാർലമെൻറ്റ് പോകുന്ന സമയത്ത് തന്നെ എനിക്കൊരു എന്താ പറയുക, ഒരു 500 വലിയ ഇന്ത്യയിലാകെ പ്രോമിനൻ്റ് ആയിട്ട് ആളുള്ളതിൽ നമുക്ക് അങ്ങ് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. ശരി, സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ ഇങ്ങനെ തുടങ്ങിയെന്നതുപോലെ. പക്ഷെ അതാനനുഭവം കൊണ്ട് ഗ്രിപ്പായി 1-2 പ്രസംഗങ്ങളിലും കഴിഞ്ഞങ്ങനെ വന്നപ്പോൾ പിന്നെ ഇങ്ങനെ പഠിക്കുകയും മനസ്സിലാക്കുകയും കൂടുതൽ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ ആ പ്രായമാണല്ലോ, കുറച്ച് യാത്ര ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്ത്യയിൽ വർഗീയ കലാപങ്ങളുണ്ടായിട്ടുള്ള മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അന്ന് ഞങ്ങൾ പോകാൻ സാധിച്ചു. പോയി അവിടെ സന്ദർശിച്ച് അത്തരം കാര്യങ്ങൾ പിന്നെ പാർലമെൻറ്റ് ഉന്നയിച്ചു. മൈനോറിറ്റീസിനെ ബാധിക്കുന്ന ഏത് ഇഷ്യൂ വന്നാലും വളരെ സജീവമായിട്ട് ഞാൻ ഇടപെട്ടിരുന്നു, എല്ലാ ഇഷ്യൂവിലും ഒന്നും കഴിയാതെ. അത് നമ്മളൊരു ബാധ്യതയാണല്ലോ. കാരണം ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നിലയിൽ ഇപ്പോൾ 1-2 ആൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഞങ്ങളെല്ലാം കൂടി, ഞങ്ങളെല്ലാം കൂടി ഇന്നത് ചെയ്യാൻ പറ്റുമെന്ന് വളരെ കറക്റ്റായിട്ട് തെളിയിക്കുന്നതിൽ ഒരംഗമായിട്ട് ഞാൻ തൗഫീഖ് ചെയ്ത് ആ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ. അത് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്ന് പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിക്ക്, അതും പാർശ്വവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഉത്തരേന്ത്യയിലും ബാക്കിയുള്ള പാർട്ടിലാണ് വെൻ കമ്പയർ ടു ദി കേരള സ്റ്റേറ്റ്. അപ്പം അതുണ്ടാക്കിയ ഒരു വലിയൊരു മാനസിക വികാസവും അതുപോലെ ആ സ്കോപ്പിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നു. ആ മാത്രമല്ല ഈ വടക്കേ ഇന്ത്യയിലെ ആളുകൾ അവർ ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റാണ്. ഇവർ നമ്മൾ വിചാരിക്കുന്ന മതി, അവർ വളരെ മാർദ്ദമുള്ളവരാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ
നല്ല റെസ്പോൺസ് ഉണ്ടാവും. ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ. ഞാൻ അവിടെ വന്നതിന് ശേഷം ഞാനെന്നല്ല, നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കുറേ ആളായിട്ട് കൂടെ കൂടും. അത് നമ്മളെ കണ്ടിട്ടല്ല, അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. അതായത് 11 കൊല്ലം മുമ്പ് നമ്മൾ തുടങ്ങിയാണ് മുസഫർ നഗറിലെ കലാപുണ്ടായപ്പോൾ അവർക്ക് വീടുണ്ടാക്കി കൊടുത്തത്. 63 വീടുകൾ ഉണ്ടാക്കി കൊടുത്തത്. അതിപ്പോഴും ഞാൻ അവിടെ ഞങ്ങൾ കുറച്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം വിചാരിക്കുന്നത്, റിപ്പയർ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അതിപ്പോഴും അങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പലയിടത്തും ഈ റോഹിംഗ്യൻ ആളുകളുടെ പ്രശ്നത്തിൻ്റെ അവിടെ പോകും. അവിടെ സൗകര്യങ്ങൾ മറ്റ് പല ആളുകളും ഇപ്പോൾ ഒരു പള്ളി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സ്കൂൾ തുടങ്ങണം, അല്ലെങ്കിൽ മദ്രസ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും നമ്മളെ കൂടെ വരുന്ന സമയത്ത് അവർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരുപാട് വർക്ക് അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ശരിയാണ്. പക്ഷേ എങ്കിലും എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിലീഫിൻ്റെ സ്വഭാവത്തിൽ എത്തുള്ളൂ. അതിലപ്പുറം അത് പോയിട്ട് എംപവർമെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ള സ്വഭാവത്തിലൊക്കെ വന്നെങ്കിൽ എന്താവുള്ളൂ, അത് സ്ഥായിയായിട്ട് നിൽക്കുള്ളൂ. അത് സസ്റ്റൈനബിലിറ്റി ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിൽ വേണ്ടത്ര വിജയിച്ചിട്ടില്ല. പക്ഷേ അതിനിയും സമയമെടുക്കും. പക്ഷേ ഇപ്പോൾ ഒരു ഭാഗ്യവശാൽ ഒരു ചിന്താഗതി ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-25 കൊല്ലമായിട്ട് അള്ളാഹുത്താല നമുക്കിവിടെ ഈ കേരളത്തിൽ നൽകിയിട്ടുള്ള ഈ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ എല്ലായിടത്തും വരേണ്ടതായിട്ടുള്ള സംഗതി അത് ചെയ്യണം. അതിന് ഇവിടെ അതിന് നൽകിയ ആ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണമെന്നുള്ളൊരു ചിന്ത ഒരുപാട് ആളുകൾക്ക് വന്നിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിന് മാത്രമല്ല, എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് മൂവ്മെൻ്റ് അവിടെ നടക്കുന്നുണ്ട്. സ്കൂളുകൾ വരുന്നുണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ട്രെൻഡ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ വാസ്തവത്തിൽ ഈ കേരള മോഡൽ ഈ ഒരു പൊളിറ്റിക്സ് ഒരു സക്സസ് സ്റ്റോറിയാണല്ലോ നമുക്ക് കാണിക്കുന്നത്. ഇത് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു വിഷൻ അത് ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും പറ്റിയില്ല. കാരണം എന്താ പറയുക, ഒന്നാമത്തെ ഒരു സംഗതി, ടു ബി ഫ്രാങ്ക് വിത്ത് യു, ഈ ലീഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പച്ചക്കൊടി ഇതെല്ലാം അവർ ഇപ്പോഴും പാകിസ്ഥാൻ ഈ വിഭജനത്തിൻ്റെ ഒരു സംഗതി ഉണ്ടതിൽ മുറിവുണ്ട്. അത് അപ്പോൾ അത് ശത്രുക്കൾ ബോധപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്നതാണ്. അന്നത്തെ ലീഗ് ഇന്നത്തെ ഈ ലീഗായിട്ട് അത് ബന്ധത്തില്ല, എല്ലാവർക്കും അറിയാം. വയനാട്ടിൽ വരെ ചരിത്രം പഠിച്ച ആളുകൾക്ക് അറിയാം. അതിൻ്റെ ഒരു തടസ്സമൊക്കെ ഉണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. അതിനനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കാണിച്ചു കൊടുത്ത ആ ഒരു കരുത്തിൻ്റെ സ്വഭാവത്തിൽ വടക്കേ ഇന്ത്യയിൽ വേണ്ടത്ര വന്നിട്ടില്ല. ഉണ്ട് പല പോക്കറ്റുകൾ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്ത ടൈമിലെയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഓഫീസും സൗകര്യങ്ങളൊക്കെ ആയി നല്ലതായി. നമ്മളവിടെ വലിയ സംവിധാനം ചെയ്യാണ്, നല്ല സൗകര്യങ്ങളാണ്. കുറേ വർക്കേഴ്സ് ഉണ്ട്, ഫീൽഡിലുണ്ട്. UP പോലുള്ള സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ നല്ല ഒരു പശ്ചാത്തലമുണ്ട്. അതെല്ലാം കൂടി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നേരെയാവും. ഞാൻ പൊതുവെ അനലൈസ് ചെയ്യുമ്പോഴേ ഒന്ന് കേരളത്തിൽ വാസ്തവത്തിൽ കുടിയാന്മാരായിരുന്നല്ലോ. അതെ. ഉത്തരേന്ത്യയിൽ മുഴുവനും രാജാക്കന്മാരായിരുന്നു. അതെ. അപ്പം ആ പഴയ പ്രതാപകാലത്ത് ഉണ്ടായിരുന്ന മുസ്ലിം പ്രതാപത്തിന്റെ ഇടയിൽ കേരളത്തിൽ ശരിക്കും സ്ക്രാച്ച് നിന്ന് ബിൽഡ് ചെയ്തെടുത്തതാണ് പ്രതാപങ്ങൾ മുഴുവൻ. അപ്പം ആ അവസ്ഥയിൽ ഇപ്പം അവിടെ വീണ്ടും ആ പ്രതാപത്തിലേക്ക് പോകാനുള്ള ഈ തടസ്സങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് റൂട്ട് കോസ് അനലൈസ് ചെയ്തിട്ട് അതിനെ ചികിത്സിക്കാനുള്ള ശ്രമങ്ങളാണ് വാസ്തവത്തിൽ അതാണ് വേണ്ടത്. അതേ സ്റ്റേബിൾ ആവുള്ളൂ. അതെ. അപ്പോൾ അത് ഇപ്പോൾ ഒരു അപ്പോൾ ആ ഇതിൽ ഇന്ത്യൻ ജനതയും അതുപോലെ ന്യൂനപക്ഷങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ചും സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് എന്തെങ്കിലും നിലപാടെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൽ എല്ലാവരും കേന്ദ്രീകരിക്കണം. അല്ലാത്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിലീഫിന് സസ്റ്റൈനബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റ് വേണം. കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ എഡ്യൂക്കേഷണൽ ഇംപ്രൂവ്മെൻറ്റ്. അതിൻ്റെ ഒരു കാര്യം വെച്ചുകൊണ്ടുള്ള സംഗതിയാണ് വേണ്ടത്. അതിലേക്ക് തിരിച്ചറിവ് വരുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം പേഴ്സണൽ ലോവിൻ്റെയൊക്കെ പല ഇടപെടലിൽ, സംഘടനകളുടെ ഇടപെടൽ, എല്ലാ സംഘടനകളും സജീവമായിട്ട് ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഗുണം ചെയ്യും. ലാഡർ ഫൗണ്ടേഷൻ വലിയ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനതിന് ചെയർമാൻ. അതെ. അപ്പോൾ അതിൻ്റെ അതിൽ ഒരുപാട് സ്കീമുണ്ട്. അതിൽ സ്കീം എഡ്യൂക്കേഷൻ തന്നെ. എഡ്യൂക്കേഷനായിട്ടുള്ള പല സാങ്കേതികങ്ങളും ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുക, സ്പോൺസർഷിപ്പ് മറ്റുമായിട്ട് അവരെന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലീഡർഷിപ്പ് കൊടുക്കുന്നത് പല സെൻറ്ററുകളും ഇപ്പോൾ വന്ന് ഇതിൻ്റെ ഭാഗം ഞാനിപ്പം ഇവിടെ പോയത് മുസഫർ നഗറിൽ രണ്ടാമത് പോയത്. ഞങ്ങൾ അന്ന് വീടുണ്ടാക്കി കൊടുത്ത അവിടെയൊക്കെ തന്നെ അവിടെ ഒരു ക്യാമ്പസ് ഉണ്ടാക്കി, എഡ്യൂക്കേഷൻ ക്യാമ്പസ് ഉണ്ടാക്കുന്നത്. അവിടെ കുറച്ച് സ്ഥലം നമ്മൾ അന്ന് അഹമ്മദ് സാഹിബിൻ്റെ നാമധേയത്തിൽ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മളവിടെ ക്യാമ്പ് ചെയ്ത് നമ്മളിപ്പോൾ 2-3 കുട്ടികളെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ വർക്കുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ
നല്ലൊരു ട്രെൻഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഉണ്ടല്ലേ. പിന്നെ മുസ്ലിം ഈ പാർലമെൻറ്റിലും അതിനും പുറത്തൊക്കെയുള്ള ലീഗിൻ്റെ പെരുമാറ്റ രീതി എല്ലാവരെയും അത് മനസ്സിലാക്കിക്കുന്നുമുണ്ട്. ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ അതുണ്ടാക്കിയ ലീഗ് എന്നുള്ള ഇതൊക്കെ നുണപ്രചരണമാണെന്നും ശരിക്ക് ലീഗ് വന്നാൽ ഒരുപാട് ഗുണമുണ്ടോ. കാരണം പാർലമെൻറ്റിലെ ഞങ്ങളുടെ ഇടപെടലിൽ മറ്റൊരു വശം കൂടി അത് നമ്മൾ ചർച്ച ചെയ്തില്ല. കോമൺ ഇഷ്യൂസിലെല്ലാം ഞങ്ങൾ ഇടപെട്ടില്ല. അതെ, അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ജനറൽ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഫാസിസത്തിനെതിരായ കാര്യങ്ങൾ, നരേന്ദ്രമോദിയുടെ ഇത്തരത്തിൽ സമീപന രീതിയെ നഖശികാന്ത് എതിർത്ത് വളരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് പൊതുസമൂഹത്തിന് മുസ്ലിം ലീഗ് കേരളത്തിൽ എങ്ങനെയാണ് മുസ്ലിം ലീഗ് വഴിയൊരുങ്ങിയത് അതുപോലെ വഴിയൊരുക്കുന്ന പശ്ചാത്തലം ഇന്ത്യയിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശുഭലക്ഷണമാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പം ഈ പിന്നെ ഡെമോക്രസിയും അതുപോലെ ഫെഡറലിസവും പിന്നെ ഒക്കെ ഒരു ഡേഞ്ചറായ ഈ ഒരു സമയത്ത് വാസ്തവത്തിൽ ഈ ശക്തമായ ഇടപെടലുകൾ പാർലമെൻറ്റിൽ താങ്കളെപ്പോലുള്ള ആളുകൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നു, അതിന് എഫക്റ്റിനെ കുറിച്ച് താങ്കൾ? എഫക്റ്റ് ഉണ്ട്. അതിനനുസരിച്ചിട്ട് സംഘടന നമ്മളെ അതിനനുസരിച്ചിട്ടുള്ള വർക്ക് പ്ലാൻ ചെയ്ത് നമ്മൾ പറഞ്ഞ മാതിരി ഒരു സസ്റ്റൈനബിൾ സ്വഭാവത്തിലേക്ക് പോയിട്ടില്ല. അത് സമയമെടുക്കും, ചെറിയ കാര്യമില്ല. കാരണം നമുക്കറിയാം ഒരു പാർട്ടിക്ക് ഇപ്പോൾ ഒരു ശക്തി ആർജിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യങ്ങളാണ്. അത് പ്രത്യേകിച്ച് ഇവിടെ ആം ആദ്മി പാർട്ടീൻ്റെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അതുപോലെ ബീഹാറിലെ ഇത് നമ്മളെ വെളിച്ചിഹ്നം SP ഇവരൊക്കെ വളർന്ന് വന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ബൂമാണ്. അതിൻ്റെ ഇടയിൽ ഇന്ത്യയിലെ കലങ്ങി പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇപ്പുറത്ത് വന്നു നിന്നാണ്. അങ്ങനെ പാർട്ടി വന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം VP സിംഗ് അധികാരത്തിൽ വന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ നിരാശൻ്റെ കാര്യമൊന്നും വേണ്ട. കാരണം എന്താ പറയുക, പരിവർത്തനം പെട്ടെന്ന് എടുത്ത രാജ്യമാണ് ഈ രാജ്യം. സെക്യുലറിസം പോലുള്ള കാര്യങ്ങളിൽ നമ്മളത് ക്ലോസ് ആയി എന്ന് വിചാരിക്കണ്ട. കാരണം അതൊക്കെ മറിച്ചിട്ടിട്ട് പുതിയ ഭരണകൂടങ്ങൾ ചെറുതായിട്ട് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ടുണ്ട്. അതൊക്കെയുണ്ട്. അത് നമ്മുടെ മുമ്പിൽ പാടാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഇലക്ട്രൽ റോള് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ബീഹാർ മോഡൽ വെച്ചിട്ട് അപ്പോൾ രാഹുൽജി പിന്നെ വോട്ട് അഡീഷനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ലേറ്റസ്റ്റ് വോട്ട് ഡിലീഷൻ്റെ ഞാൻ ശ്രദ്ധിച്ചു. അത് വളരെ സ്പെസിഫിക് ആയിട്ട് കൃത്യമായ പ്രൂഫോട് കൂടി അദ്ദേഹം പ്രസൻറ്റ് ചെയ്തു. ഇന്ത്യ മുന്നണി അത് എടുത്തു. അത് ഒരു നല്ലൊരു വേവായിട്ട് ഹീ പുട്ട് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിലും അതിന് ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. അത് ഏത് രൂപത്തിൽ അതൊരു പിന്നെ എഫക്റ്റീവ് ആക്കാൻ പറ്റും? അതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. ഇത് പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളൊരു സ്വഭാവത്തിലേക്ക് അതിൻ്റെ പരിണാമം വന്നു. അതാണ് ഇതിൽ ഇപ്പോൾ ഈ അഡീഷൻ ഡിലീഷൻ ഫോം 6 ഇതുണ്ട്. ഈ ഫോം 6 ആണ്. അപ്പോൾ ഈ ഫോം 6 ഇവർ വരുത്തിയ കള്ളത്തരങ്ങളാണ് ഇതിൽ. അതായത് നോക്കിയാൽ അറിയാം കൃത്യമായിട്ട്. അതായത് ആളെ പേരുണ്ട്, മേൽവിലാസമില്ല. 00 ഒരേ പേര് പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ അഡീഷൻ ഡിലീഷൻ തോന്നിയതുപോലെ ആയിട്ടുണ്ട്. അതുപോലെ അഡ്രസ്സ് എല്ലാം. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി ചെയ്തതെന്ന് വെച്ചാൽ നല്ല ഹോംവർക്ക് ചെയ്തു, നന്നായി ചെയ്തു. നിങ്ങൾ ചോദിച്ച പോലെ ഇവർക്ക് അത് കൗണ്ടർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഫാക്സിൻ്റെ പുറത്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിനെ മാനിപ്പുലേറ്റ്. അപ്പോൾ ആ ഒരു സ്വഭാവത്തിലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ വിമർശനങ്ങൾ ഇതുവരെ തുടർന്ന വിമർശനങ്ങൾ കൂടുതൽ ഏറ്റവും ഏഷ്യ പഞ്ച് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണത്. അതിലത് കുടുങ്ങിയിട്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പറ്റിയിട്ട് ഇന്ന് വരെ പറയാൻ പറ്റിയിട്ടില്ല. രാഹുൽ ഗാന്ധി ശരിയല്ല പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ അദ്ദേഹത്തെ പരിഹസിക്കാന്നല്ലാതെ ഫാക്സിനെ അവർക്ക് നിഷേധിക്കാൻ പറ്റിയിട്ടില്ല. പറ്റാത്ത വിധത്തിലാണ് അത് പ്രസന്റ് ചെയ്തത്. ഈ ഡിലീഷൻ്റെ ഞാൻ കണ്ടു. അത് എവിടുന്നാണ്? കാരണം അതിന് OTP വേണം, മൊബൈൽ നമ്പർ വേണം. അപ്പോൾ ഒക്കെ ചെയ്തത് എന്താ വെച്ചാൽ നമ്പർ 1 എടുത്തിട്ട് അയാളൊരു അപ്ലിക്കൻ്റ് ആയിട്ട് ചെയ്തിട്ട് ഈവൻ ഐഡന്റിഫിക്കേഷന് ആധാർ കാർഡ് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കറക്റ്റ്. കോടതി ചോദിച്ചു, കോടതിക്ക് മുമ്പിൽ അവർ വെള്ളം കുടിച്ചു. എന്താണ് ആധാർ അല്ലാതെ പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവർക്ക് മറിച്ച് പറയാൻ പറ്റിയില്ല. അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു
ഇന്ത്യക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഡെമോക്രസിൻ്റെ ഒരു ശക്തിയുണ്ട്. അത് തേച്ച് മാച്ച് കളയാൻ ശ്രമിച്ചാലും കഴിയില്ല. അത് എനിക്ക് തോന്നുന്നത് ഇത്തരം സംഗതികൾ വരുന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ അതിൻ്റെ മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഗുണം വേണം. ആ ഗുണം ഈ ന്യൂനപക്ഷ ദ്രോഹം പോലുള്ള സംഗതി ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ അതിലിഷ്ടപ്പെട്ടവർക്ക് ചില കാര്യങ്ങളുണ്ടെന്നല്ല. വൈഡായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യമാവട്ടെ, ഇൻ്റർനാഷണൽ റിലേഷൻസ് ആകട്ടെ, എക്കോണമിക് ഇതാകട്ടെ, അതൊക്കെ അതിലൊക്കെ അട്ടർ ഫെയിലിയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാവും. അങ്ങനെ എനിക്ക് തോന്നുന്നു മാറി വരുന്ന എല്ലാ പശ്ചാത്തലവും ഉണ്ട്. വാസ്തവത്തിൽ എന്ത് പറയുമ്പോഴും ഒരു വർഗീയ കാർഡോട് ഇത്രയും നീചമായ നിലയിൽ വർഗീയ കാർഡ് കളിക്കാമോ എന്നുള്ള ചിന്ത നല്ലവരുടെ ആളുകളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വർഗീയമുണ്ട്, എന്നാലും ഇതുപോലുള്ള വർഗീയത പച്ചയ്ക്ക് ഇതുപോലുള്ള വർഗീയത കാണിക്കുന്നത് നാടിന് ചീത്തയല്ലേ എന്നുള്ളൊരു ചിന്ത വലിയ രാഷ്ട്രീയം ഇല്ലാത്തവരുടെ മനസ്സിലും വന്നു കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ജനറൽ ഇഷ്യൂസ് ശരിക്കും മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പബ്ലിക്കിന്റെ ഇട്ടിട്ട് ഇതാക്കാൻ ഇന്ത്യ മുന്നണിയും പറ്റും. ഇന്ത്യ മുന്നണിയും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബദലായിട്ട് ഉയർന്നു വരാൻ എല്ലാ സാധ്യതയുണ്ട്. നമ്മളുടെ ഇപ്പോൾ പിന്നെ വഖഫ് അമെൻമെൻറ്റ് ബില്ല്, ഞാനതിൻ്റെ ഒരു 10 പ്രധാനപ്പെട്ട പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം അത് ശരിക്ക് അത് പിന്നെ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ ഫേറ്റ് മീൻ ഫ്യൂച്ചർ? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വന്ന ഈ ഇതില്ലേ സ്റ്റേ ചെയ്ത ഇനങ്ങളുണ്ട്, ഏതാണ്ട് ഒരു 5 പോയിന്റിൽ അത് കറക്റ്റ്. അത് ഇനി മെയിൻ കേസ് അതിൻ്റെ വിധി വരുന്ന സമയത്തും അതിന് പുറകോട്ട് പോലും ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് അത് സ്ട്രക്ചർ ചെയ്തത് കോടതി. അതായത് എന്ന് പറയുന്നത് ഒന്ന് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിരുന്ന ഗവൺമെൻറ് ഈ കമ്മിറ്റി നോക്കിയാൽ അറിയാം, അതിൻ്റെ ഒരുപാട് ചാപ്റ്റർ ഉണ്ട് അതിൽ. അത് തന്നെ പറഞ്ഞ ഏറ്റവും വലിയ സംഗതി കയ്യേറ്റം ചെയ്യപ്പെട്ട വഖഫ്. അതിലേറ്റവും അധികം കയ്യേറ്റം ചെയ്തത് സർക്കാരാണ്. സർക്കാർ ഇസ് ദി എൻക്രോച്ചർ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം അവരാണ്. ഇതുവരിപ്പോൾ എന്തായിരുന്നു, സർക്കാർ ഓഫീസ് നിൽക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിന് പറ്റിയിട്ട് ഒരു ഡിസ്പ്യൂട്ട് ഉയർത്തി വന്നാൽ, ക്ലെയിം വന്നാൽ വന്ന അന്നേ ദിവസം മുതൽ എന്താവും, ഇത് വഖഫ് അല്ലാതായി. അപ്പോൾ സർക്കാരിൻ്റെ വഖഫിൻ്റെ ഭൂമി പിടിച്ചടക്കി വെച്ച കള്ളക്ക സ്വഭാവത്തിന് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് വായടച്ചു. അതല്ല, അത് നിങ്ങൾ സാധാരണ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഡിസ്പ്യൂട്ടുള്ള പ്രോസസ്സ് കൂടെ പോകണം. ഡിസ്പ്യൂട്ടിന് തീരുമാനിക്കുന്നത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ കലക്ടറാണ്. അതും പൊളിഞ്ഞു അതിൻ്റെ സംഗതി. അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി വഖഫ് ബോർഡും വഖഫ് കൗൺസിലും രണ്ടിലും മുസ്ലിം ഡൈല്യൂട്ട് ചെയ്യുന്ന കോടതി റെസ്ട്രിക്റ്റ് ചെയ്തു. 3-4 ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ അങ്ങനത്തെ സംഗതി. പിന്നെ ആർക്കും അത് പിന്നെ ഔക്കാഫിന് ഒരാൾ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അല്ലെങ്കിൽ ഏതിൽപ്പെട്ടവനാണെങ്കിലും ഇവർ 5 കൊല്ലം പ്രാക്ടീസ് ചെയ്തൊന്ന് ഇവരെ മുമ്പ് തെളിയിക്കണം എന്നുള്ളതൊക്കെ മാറി, അതൊക്കെ ക്ലിയറായി. അതുപോലെ ഒരുപാട് സംഗതികൾ അതിൽ വളരെ നല്ല നിലയിൽ വന്നിട്ടുണ്ട്. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കോടതി പറഞ്ഞില്ല മുസ്ലിം ആവണമെന്ന്, പക്ഷെ കോടതി സൂചിപ്പിച്ചു അഭികാമ്യമായിട്ടുള്ളത് അതാണ്. അപ്പം അതിൽ വളരെ മർമ്മപ്രധാനമായ കുറേ കാര്യങ്ങൾ കോടതി സജീവമായിട്ട് പിടിച്ചിട്ടുണ്ട് അതിൽ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലും വരും, സ്വാഭാവികമായിട്ട് അങ്ങനെ വിചാരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യം ഇതിൽ സംഗതി കാര്യങ്ങൾ ഇതേമാതിരി ഒരു ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം കോടതിൻ്റെ മുമ്പാകെ വന്നാൽ ഇൻ്റർവ്യൂ ആയിട്ടുള്ള ഓർഡറിൽ തന്നെ ഇത്ര ക്ലാരിറ്റി ഉള്ള സംഭവം ഉണ്ടായിട്ടില്ല. ഒരു രജിസ്ട്രേഷൻ നിയമവിദഗ്ധൻ പറയുന്നൊരു പോയിന്റ് അതാണ്. ഫസ്റ്റ് ഇതിൽ തന്നെ ഇൻ്റർവ്യൂ ഓർഡറിൽ ഇത്ര ക്ലാരിറ്റി വന്ന ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ കോടതി തന്നെ അതിൽ വളരെ ശരിക്കും പഠിച്ച് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അഡ്രസ്സ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഈ ഘട്ടത്തിലെ ഈ ഓർഡർ കിട്ടുമായിരുന്നില്ല എടുക്കാനൊക്കെ. നല്ലതാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ ഒരു നല്ല പ്രതീക്ഷ നൽകുന്നുണ്ട്. മാത്രമല്ല അതിൽ വേറൊന്നുണ്ട്. അതിൽ ഇവിടുത്തെ മതേതര വിശ്വാസികൾ, മുസ്ലിം ന്യൂനപക്ഷം മാത്രമല്ല, മതേതര വിശ്വാസികൾ ഒരുമിച്ച് നിന്നൊരു സംഭവം കൂടിയാണ്. അതാണ് യുണൈറ്റ് ചെയ്തു. നമ്മൾ പോലെ തന്നെ ഈ കാര്യത്തിൽ ആ യോജിപ്പിൻ്റെ ഒരു ഗുണമുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഈ ഇവിടെ ഇപ്പോൾ KMCC ഒക്കെ വളരെയേറെ നല്ല പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റൊക്കെ നടത്തുന്നുണ്ട്. CH സെൻറ്റർ. അപ്പം അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും നല്ല കാര്യമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇവർ കാരണം നാട്ടിൽ നിന്ന് തന്നെ രാഷ്ട്രീയം അതും ബുദ്ധിമുട്ടും കുട്ടികളെ പ്രസവമൊക്കെ ആയിട്ട് പോകുന്നവരാണ് ഇങ്ങോട്ട്.
ഇവിടെ വന്ന് ജീവിതമാർഗം വലിയ തോതിൽ വന്നിട്ടില്ലെങ്കിലും ചില വലിയ തോതിലൊക്കെ വന്നു. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം അവർ യഥാർത്ഥത്തിൽ അത് മറന്നിട്ടില്ല. കഴിഞ്ഞ കാലം നാട്ടിലെ തീർച്ചയായിട്ടും നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് അവർ രോഗികളുടെ കാര്യം തന്നെ. ഞാൻ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളെങ്കിൽ CS സെൻ്ററിൻ്റെ ഒക്കെ എൻ്റെ ഒരു പ്രധാന വർക്കാണിത്. അത് ഈ സാധനങ്ങളൊക്കെ നടന്നു പോകുന്നത് ഈ പാവങ്ങൾ ഇവിടെ ചെയ്യുന്നതുകൊണ്ടാണ്. മാത്രമല്ല അതിലാണ് ഈ ന്യൂനപക്ഷത്തിൻ്റെ മനസ്സിൻ്റെ വിശാലത മറ്റുള്ളവർ പഠിക്കേണ്ടത്. കാരണം ന്യൂനപക്ഷത്തിൻ്റെ കാര്യം മാത്രമല്ല, കലാപുണ്ടായി, നമ്മുടെ ഇത് കോവിഡിൻ്റെ ഉണ്ടായി, അതുപോലെ ക്രൈസിസ് ഉണ്ടായി. ജാതി മതഭേദമന്യേ എല്ലാവരെയും സഹായിക്കാൻ രംഗത്ത് വരുന്നത് ഇത്തരക്കാരാണ്. അത് ആരും റിയലൈസ് ചെയ്യാത്തതുണ്ട്, അത് പോട്ടെ. പക്ഷേ അത് വലിയൊരു മനസ്സിൻ്റെ വിശാലതയാണല്ലോ. ഇസ്ലാമിക വീക്ഷണം തന്നെ അതാണ്. നിങ്ങൾ സഹായിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ മറ്റേ നോക്കേണ്ടതില്ല. വലിയ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്, വളരെ വലിയ കാര്യങ്ങളാണ്. കാരുണ്യ പ്രവർത്തനം നമുക്കത് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സംഗതി എന്ന് പറയുന്നത് കാരുണ്യം. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയല്ല. ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ പരലോകത്തിലേക്ക് കൂടി ചെയ്യുക. അത് ജാതി മതമൊന്നും നോക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, വിഷമിക്കുന്നതിന് ആരാണോ ആ വിഷമിക്കുന്നതിൻ്റെ കൂടെ നല്ല ഒരു സംഗതിയാണ്. ഞാൻ ഇൻ്റർവ്യൂവിലൂടെ നിങ്ങൾ ചോദിച്ചത് നന്നായി. അതിന് അവർ ചെയ്യുന്ന നന്മയ്ക്ക് പ്രാർത്ഥിക്കണം. കാരണം എത്ര ആളുകളുണ്ടല്ലോ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും കൂടാതെ സ്വന്തം കാര്യം നോക്കുന്ന ആളുകൾ. എന്നാൽ അതിൻ്റെ കൂടെ എൻ്റെ സ്വന്തം കാര്യത്തെക്കാൾ വലുത് ഇതാണ് എന്നുള്ള നിലയിൽ വളരെ ആവേശപൂർവ്വം പ്രവർത്തിക്കുന്ന ആളുകളുടെ ആ മനസ്സിൻ്റെ വിശാലത ചെറിയ കാര്യമല്ല. ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഞാൻ പലപ്പോഴും നിങ്ങളുടെ പല പ്രഭാഷണങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ പഠനത്തിന് കൃത്യമായി നിങ്ങൾ സമയം നീക്കി വെക്കാറുണ്ട്. അമാനി മൗലവി തഫ്സീറായാലും പിന്നെ പരിഭാഷകളായാലും ഒക്കെ. അത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്? അത് റെഗുലറായിട്ട് ഒരു ശീലമാണ്. അത് അങ്ങനെയുള്ള ശീലമായിട്ട് തന്നെ നമ്മുടെ ആത്മീയമായ ഒരു ശക്തി എന്നൊന്ന് പറഞ്ഞുള്ളതിന് അത് എൻ്റെ ശീലമാണ്. ഞാൻ ഒരു എന്താ പറയുക, കുരുടൻ വടിയായിട്ട് തപ്പിത്തടച്ച് പോകുന്നു എന്ന് പറഞ്ഞ മാതിരിയുള്ളൊരു പോക്കാണ്. പക്ഷെ അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ അത് ഒരു വലിയ അനുഗ്രഹമാണ്. ഒരു അനുഗ്രഹമാണ്. അതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ കാണുന്ന ഒരു വലിയൊരു പിന്നെ ഒരു ചാലഞ്ചായിട്ട് പലപ്പോഴും നമ്മൾ വിദ്യാർത്ഥികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ ഇപ്പോൾ ഇവിടെ KMCCയും പ്രവർത്തകരൊക്കെ ആയിട്ടൊക്കെ പലതിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പുതിയൊരു ന്യൂ ജനറേഷൻ്റെ ഒരു ട്രെൻഡ്, പലരും പിന്നെ ഇൻ്റർനാഷണലി വേറെ പല കൺട്രിയിലേക്കും മൈഗ്രേറ്റ് ചെയ്യണം, അവിടെ പോകണം, ഒരു സുഖജീവിതം വേണം, നല്ലൊരു കരിയർ വേണം, പ്രൊഫഷൻ വേണം. അപ്പോൾ അവർക്ക് ഇല്ലാതെ പോകുന്നൊരു സംഗതി ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്, ഈ കമ്മ്യൂണിറ്റിയോടുള്ളത്. നമ്പർ 2, പൊളിറ്റിക്കൽ അവയർനെസ് ഇല്ല. അപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഈ സേവന സന്നദ്ധരായ ആളുകൾ നമ്മളുണ്ട് ഇപ്പോൾ. പക്ഷേ അടുത്തൊരു ജനറേഷനെ ഫ്യൂച്ചറിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ പൊളിറ്റിക്കൽ അവയർനെസ് ഒരു വലിയൊരു വിഷയമാണ്. ഈ സേവന സന്നദ്ധതയോടൊപ്പം ഉണ്ടാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അത് ഒരു ഗൗരവമുള്ള വിഷയമാണ്. അതായത് പുതിയ ജനറേഷൻ ഒരുപാട് നന്മയുണ്ട്, അവർ കണ്ടെത്തൽ, കാഴ്ചപ്പാടുകൾ, എല്ലായിടത്തും പോയി പഠിക്കാനുള്ള താല്പര്യം ഇതൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, സമൂഹത്തിൽ നിന്നൊരു വേർതിരിഞ്ഞ് അവരുടെ സ്വന്തം ഒരു തുരുത്തിൽ ജീവിക്കുന്ന ഒരു സ്വഭാവത്തിലുണ്ട്. അത് എന്തേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പിന്നെ ഇത്തരം നമ്മളെ ഈ സംഘടനയൊക്കെ ചെയ്ത് ചെയ്യുന്ന വർക്കിന് മീറ്റിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ട ഒരുപാട് കുട്ടികളും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ശരിക്കും ഈ വാല്യൂ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതിന് പകരം ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പല കുട്ടികളും ഇതുപോലുള്ള ഇതിലൊക്കെ വന്നിട്ട് അവരുടെ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു സമീപന രീതിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളവരെ അങ്ങ് ഒഴിച്ചു വിട്ടു, അവർ ശരിയാവില്ല. അത് കറക്റ്റ്. അങ്ങനെ അവരെ പറഞ്ഞിട്ട് പുതിയ ജനറേഷൻ അങ്ങനെയല്ല, അവരോട് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്ന മീറ്റിങ്ങിലൊക്കെ അവർ ഒഴിച്ചു കൂട്ടുക. അതെ, ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ്, അല്ലെങ്കിൽ മറ്റൊന്ന് ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട ഒരു ആവശ്യം എന്താണ്, അതിലേക്ക് കുട്ടികൾ വരും. അവരെ കൺവിൻസ് ചെയ്യണം. കറക്റ്റ്. കാരണം ആ കൗമാരപ്രായത്തിലൊക്കെ എടുത്ത് കൊടുക്കേണ്ട ചില സംഗതികളുണ്ട്. ഇൻ്റലക്ച്വലായിട്ടുള്ള അതൊരു ഫിസിക്കൽ മെൻ്റൽ എല്ലാം ചേഞ്ച് വരുന്ന സമയമല്ലേ. ആ സമയത്ത് ഇപ്പോൾ നിങ്ങളൊക്കെ ചെയ്തു വരുന്ന വർക്കുണ്ടല്ലോ, ഇത് വലിയ കാര്യമാണ്, വലിയ ദൗത്യമാണ്. ഒരു കുട്ടികൾ ആ നിലയിൽ പോകുന്ന സമയത്ത് അവൻ നന്മയുടെ മാർഗത്തിലേക്ക് വിളിച്ചാൽ ഈ പ്രായത്തിൽ അതിലേക്കും ആകർഷിക്കപ്പെടും. അങ്ങനെ അല്ലാതെ മാറ്റിയെടുക്കാൻ ഒക്കില്ല. തീർച്ചയായിട്ടും. പക്ഷേ ഈ കുട്ടികൾ വേറൊരു കാര്യമുണ്ട്,
അവർക്ക് വളരെ കാഴ്ചപ്പാടുകളുണ്ട്, കൃത്യമായ വളരെ കാഴ്ചപ്പാടുകളുണ്ട്. കറക്റ്റ്. ഇപ്പൊ നമ്മളിപ്പോ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ പിന്നെ ഞാൻ പ്രോഫ്കോൺ വരാൻ പോകുന്നുണ്ട്, മംഗലാപുരത്താണ് ഈ വർഷം. അപ്പോൾ ആ പ്രോഫ്കോണിലൂടെ ഒക്കെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഭയങ്കര നല്ല അറ്റൻഡൻസ് വേണം. നല്ല. ഞാൻ പലതിനും പോകാറുണ്ട്, നിങ്ങൾ വിളിക്കുന്നതിന് പോകാറുണ്ട്. അതെ അതെ, വളരെ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അവർക്ക് വേറൊന്നുമില്ല, അവരിപ്പം പിന്നെ നമ്മളെ ഒരു പെർട്ടിക്കുലർ ഭാഗത്തിന് നല്ല വരില്ല, ചങ്ങാതിമാരെ കൂടുതൽ ഇവർ വന്ന് കേൾക്കും, വരും, അവരും കൂട്ടി മറ്റു കുട്ടികൾ വരും. നമുക്ക് ഇവരെ മസ്തിഷ്ക പ്രചാരണം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫാക്സ് അവരുടെ മുമ്പിൽ വെക്കുന്നില്ല, ഫാക്സ് വെക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് തത്വമുള്ള കുട്ടികൾ ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന് നിങ്ങൾ സംഘടിപ്പിച്ച് അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്, അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ പിന്നെ താങ്കൾ വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് ഒരുപാട് ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും ഒക്കെ ഒരുപാട് ഡെവലപ്മെൻ്റ് ഒക്കെ വന്നു. ഇപ്പം നിലവിലിപ്പോൾ ഞാൻ വളരെ ആശങ്കയോടുകൂടി കാണുന്നത്, ഇപ്പം നിലവിലുള്ള ഇപ്പോഴത്തെ നമ്മളുടെ ഇടതുപക്ഷ പിന്നെ നേതൃത്വത്തിലുള്ള ഈ വിദ്യാഭ്യാസ മാറ്റങ്ങൾ ആ ലിബറലിസത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു വളരെ ഗൗരവമായൊരു വിഷയമായിട്ട് അത് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഒരു ലിബറൽ ഫാസിസം എന്ന് പോലും പറയാൻ പറ്റുന്ന രൂപത്തിൽ പാഠപുസ്തകങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കുന്ന, അപ്പം അതിനെ എങ്ങനെ ചെറുക്കാൻ കഴിയും? അത് അജണ്ടയാണ്, അവരുടെ അജണ്ടയാണ്. ആ അജണ്ട മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതെ, ഈ ലിബറലിസത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന എന്തിനാണ്? നിരീശ്വരത്വത്തിൻ്റെ അജണ്ട വിറ്റഴിക്കാനാണ്, വിറ്റഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ആരോട് ഉത്തരവാദിത്തമുള്ള കാര്യം, നിങ്ങൾക്ക് ആരോട് നിങ്ങളെ കാര്യം എന്നുള്ള സ്വഭാവത്തിലേക്കുള്ള, പിന്നെ നിങ്ങൾക്ക് എന്താണ് മിക്സ് ചെയ്തിരുന്നോളൂ, നിങ്ങൾക്ക് അല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രസ്സ് എന്തിനാണ് മൂടി പുറത്ത് കിടക്കുന്നത് എന്നിത്യാദി നടത്തിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാൽ കമ്മ്യൂണിസം വിറ്റഴിക്കുകയാണ്. അതെ, അതാണ് അത് കമ്മ്യൂണിസം വിറ്റഴിക്കുക എന്നുള്ള തിരിച്ചറിവോടുകൂടി എല്ലാവരും ഗൗരവമായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് എന്തെങ്കിലും ചെറിയ സൗകര്യം അതോ റോഡോ പാലോ കിട്ടുന്നതല്ല പ്രശ്നം, അതല്ല വിഷയം. ഐഡിയോളജിയാണ്. ഐഡിയോളജി ഐഡിയോളജിക്ക് കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള ഐഡിയോളജിക്കൽ ഫൈറ്റിൽ തീർച്ചയായിട്ടും അത് ഇസ്ലാം വേഴ്സസ് കമ്മ്യൂണിസമാണ്. അപ്പോൾ അത് ലളിതവൽക്കരിച്ച് കാണേണ്ട ഒരു പ്രശ്നമല്ല. ഇവിടുത്തെ ഈ ഗവൺമെൻറ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരെ ബുദ്ധിരാക്ഷസന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു അജണ്ട മധുരിക്കുന്ന വിധത്തിൽ പ്രസൻറ്റ് ചെയ്തിട്ട് കുട്ടികളെ തെറ്റിക്കുക എന്നുള്ളതാണ്. അതിനെ താത്വികമായിട്ട് എതിർക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. ഞാനിപ്പോൾ അതിനെ കാണുന്നത് പൊളിറ്റിക്കലി അവർക്കൊരിക്കലും മുസ്ലിം ലീഗിനെയോ അതുപോലെ ഈ ന്യൂനപക്ഷങ്ങളുടെ പിന്നെ ഈ സംഘങ്ങളെയൊന്നും എതിർക്കാൻ കഴിയില്ല അവർക്ക്. അപ്പോൾ ഇത് തകർക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി കേരളത്തിൽ നടപ്പാക്കുന്ന ഒരു ഇതായിട്ടാണ് അതിൻ്റെ തിരിച്ചറിയുക അത്യാവശ്യമാണ്. അവരുടെ ആ ദുഷ്ടലാക്കിനെ തിരിച്ചറിയൽ അത്യാവശ്യമാണ്. മാത്രമല്ല ഈ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ കുട്ടിയൊക്കെ എല്ലാം തോന്നുന്നു ഒന്നും പരീക്ഷിക്കാമെന്ന് പറയുന്നത്. അതിനെ ഇവർ ദുരുപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ ലിബറലിസം അവർ കമ്മ്യൂണിസ്റ്റായി നിന്ന് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്, ഞാനിങ്ങനെ ഒതുങ്ങി കഴിയണമെന്നുള്ള ആ സംഗതി അവർ ചൂഷണം ചെയ്യാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്താ ശരിക്കും വേണ്ടത് വെച്ചാൽ പ്രത്യേകിച്ചും സീനിയേഴ്സ് അതുപോലുള്ള ആളുകൾ വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ സജീവമായിട്ട് വർക്ക് ആവശ്യമാണ്. തീർച്ചയായും. കാരണം അതിൽ ഉപരിപ്ലവമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. വളരെ ആഴത്തിൽ അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന വിധത്തിൽ ഇത്തരം സമീപന രീതിയുടെ ഫലമായിട്ട് വന്നിട്ടുള്ള നാശങ്ങളെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കുകയും നല്ല അടുത്ത കൂട്ടുകാരെ കൊണ്ടുവന്ന് ഈ കാര്യം ചർച്ചയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ചാണ്. അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഫാമിലി കോൺഫറൻസുകൾ നമ്മളെല്ലാ ജില്ലകളിലും നടത്തി. ഇവിടെ ജുബൈലിൽ പോലും നമ്മൾ നടത്തി, ജിദ്ദയിലൊക്കെ. അതിന് നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇതിന് 2 ഡയമെൻഷൻ ഉണ്ട്. ഒരു ഡയമെൻഷനിൽ കുടുംബത്തെയും ഈ കുടുംബനാഥന്മാർക്കും വലിയൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. ഇവർക്ക് മനസ്സിലാണല്ലോ. അപ്പോൾ ഇവൻ പിന്നെ ഇൻസ്റ്റയിൽ അവൻ കാര്യമായി ചെയ്യുന്ന പണി എന്താണെന്ന് ഈ പാരൻറ്റിന് മനസ്സിലാവുന്നില്ല. ഫേസ്ബുക്ക് പോലും എന്താണ്, അത് തന്ത വൈബാണ്. അത് പിന്നെ പിള്ളേരിപ്പോൾ ഇൻസ്റ്റയിലാണ്. അപ്പോൾ ഇവർ കാട്ടിക്കൂട്ടുന്നതിൻ്റെ ഡയമെൻഷൻ്റെ ഗൗരവം പലപ്പോഴും ആരും അറിയുന്നില്ല. ഇപ്പോൾ LGBTQ+ ഒക്കെ ഇപ്പോൾ ട്രാൻസ്ജെൻഡറും ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന ഈ സംഗതി പാരൻസിന് അത് അറിവില്ലായ്മ. അപ്പോൾ ഇത് ശരിക്കും പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒരു നിങ്ങൾ പറഞ്ഞ ഈ സംഗതി ഒരുപാട് സ്ഥലത്ത് പ്രശംസിച്ചാണ് കിടക്കുന്നത്. അതെ, കാരണം ഈ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ സംഗതിയിൽ പാരൻസിന് ക്ലാസ്സാണ് പ്രധാനമായിട്ട് പാരൻ്റലാണ് വേണ്ടത്. അത് വളരെ പ്രധാന സംഗതിയാണ്. അതെ,
കാരണം കുട്ടികളുടെ ഇതിന് അവരെ അതിനനുസരിച്ച് ചോർത്തി കൊണ്ടുവരേണ്ട ആവശ്യമാണ്. അതെ അതെ അത് വിദ്യാഭ്യാസം കൊടുക്കൽ ശരിക്ക് അവർ കൂടി അവയർനെസ് ആയിരിക്കണം. എൻ്റെ കുട്ടി അങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ പറ്റി കൺസേൺ ആവുന്നതിന് പറ്റുന്ന വിധത്തിൽ അവരെ സജ്ജമാക്കലും വളരെ അനിവാര്യമായ സംഗതിയാണ്. ഓക്കെ. ഇനി അവസാനമായി നമ്മൾ ഇപ്പോൾ പ്രവാസികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ SIR പ്രവാസികളെ നന്നായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പ്രവാസികൾക്കായിട്ട് വേറെ പിന്നെ ഒരു താങ്കളുടെ ഒരു മെസ്സേജ് പിന്നെ തരണം. അത് പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോയിൻ്റ് തന്നെ, അതായത് നന്മയുടെ ഒരു പ്രചാരന്മാരും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരായിട്ടുള്ള ആളുകളാണ്. അവർ ചെയ്യുന്ന പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക്കാണ്, ഇറ്റ്സ് നോട്ട് മെക്കാനിസം. കറക്റ്റ്. അപ്പോൾ ആ ഒരു സ്വഭാവത്തിൽ ചെയ്യുന്നത് അതിന് പ്രത്യേകം ഞാൻ ഈ ചർച്ചയിലൂടെ കാരണം ശ്രോതാക്കൾ നമുക്കുണ്ട്, അങ്ങനത്തെ നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ മുഖേന ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് കൂടുതൽ നന്മ കൈവരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. പിന്നെ അവർ നൽകുന്ന സഹായ സഹകരണങ്ങൾ ഏറ്റവും ഫലപ്രദമായ മാർഗത്തിലൂടെ യൂട്ടിലൈസ് ചെയ്യാൻ ആവശ്യമായിട്ട് നേതൃത്വ സംഗതി ഉണ്ടാവണം. നമുക്ക് വേണ്ടത് കുറേ കെട്ടിടങ്ങളോ സ്ഥാപനങ്ങളോ മാത്രമല്ല, അവരുടെ അന്തരാത്മാവിനെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള സംഗതികളും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിലെല്ലാവരും സഹകരിച്ച് കൊടുക്കണം. മാത്രമല്ല അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യണം. ധാരാളമായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ അവരിൽ തന്നെ നിലനിൽപ്പ് വലിയ അപകടത്തിലാണ്. ലോകത്തിലെ പുതിയ സംഭവവികാസങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും മറുനാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിൽ ബേജാറുണ്ടാവും. സ്വാഭാവികമാണ്. എക്കോണമി എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നതൊക്കെ വളരെ ഗൗരവമായിട്ട് സംഗതികളാണ്. അപ്പോൾ അത്തരം പ്രതിസന്ധികളിൽ നിന്നൊക്കെ തരണം ചെയ്ത് പോകാൻ പടച്ചവൻ അനുഗ്രഹം നൽകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പിന്നെ കഴിയുന്നതും തർക്കങ്ങൾ ഒഴിവാക്കുക. കാരണം ഒരു പ്രശ്നം എന്താ പറയുക, ഇപ്പോൾ ഇതുപോലുള്ള ആളുകൾ എത്രയോ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു പോയിൻറ്റിൻ്റെ ഒരു പരിസമാപ്തി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്തരം സംഗതികൾ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിക്ക് അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്ന പരിപാടി തന്നെയാണ് നമ്മൾ വന്നിട്ട്. ഏറ്റവും നല്ല ലോകത്തിൽ ലോകത്തിൽ കാണിച്ചൊരു മാതൃക, ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് ഛിന്ന ഭിന്നമായി ഗോത്രങ്ങളായി ബഹളമായി തമ്മിലടിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ അള്ളാഹിൻ്റെ റസൂൽ എങ്ങനെയാണ് യോജിപ്പിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്, തൗഹീദാണ്. അതെ, നമ്മൾ അത്തരം തർക്കങ്ങളും പ്രശ്നങ്ങളും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രവണത, അതിനെന്തേ മാർഗമുള്ളൂ? സ്വയം അതൊന്ന് പിന്തിരിയല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ഇതൊക്കെ വാശിയായിട്ട് എടുക്കുകയാണ്. വാശിയായിട്ട് എടുത്തിട്ട് പടച്ചവൻ തന്നിട്ടുള്ള നിയമത്തിന് തന്നെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ റിക്വസ്റ്റോ അങ്ങനെ ഒരു ആ നിലയിലല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇതിന് ഡിസ്പ്യൂട്ട് ഒരിക്കലും ഒരു കക്ഷി ചെയ്യരുത്. ഡിസ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പടച്ചവൻ തന്ന അനുഗ്രഹത്തിന് തന്നെ ഇതിലായി തരും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സ് അത് ശരിക്കും പറഞ്ഞാൽ സമുദായ നേതൃത്വം ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചെറിയ വിപത്തല്ല. അപ്പോൾ നമ്മളതിൽ നോക്കിക്കൊണ്ട് ഇവിടെ മുസ്ലിം ഐക്യമുന്നണിയായിട്ട് അതല്ല ഞാൻ മീൻ ചെയ്യുന്നതല്ല. വളരെ നല്ലൊരു ഐഡിയോളജി നമ്മളെ കയ്യിലുണ്ട്. ആ ഐഡിയോളജി നടപ്പിലാക്കാനുള്ള സാധ്യതകളും ധാരാളമായിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഐഡിയോളജി എന്നുള്ള നിലയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും, വിവാദങ്ങൾ ആരെങ്ങനെ കൊണ്ടുവരികയാണെങ്കിലും അതിന് നേരെ അത് പോട്ടെ എന്ന് വെച്ചിട്ട് വിടുക, അല്ലെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കുക എന്നിത്യാദി സംഗതികളില്ലാതെ കക്ഷി ചേർന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്നിനെ പരിപോഷിപ്പിക്കുന്ന നിൽക്കാൻ മുസ്ലിം ലീഗ് അങ്ങനെ വിചാരിക്കുന്നില്ല. മുസ്ലിം ലീഗ് വിചാരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ബെസ്റ്റ് ലോകത്തിലെ ഏറ്റവും നല്ല ഐഡിയോളജി എന്നുള്ള നിലയിൽ അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് മനുഷ്യനെ ഏകോപിച്ച് സമുദായത്തെ ഏകോപിച്ച് ആ സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി വേണമെന്നാണ് ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് എല്ലാം പെർഫെക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നന്മയുടെ പാതയിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. മറ്റ് സംഗതികളിൽ ചില അഭിപ്രായ കർമ്മ വേദിയിലോ അതുപോലുള്ള സംഗതികൾ അത് പ്രവാചകന്മാരുടെ കാലത്തുണ്ടായിരുന്നു, സഹാബത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് അവരെ ഒരു ചിന്താമണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചില നല്ല കാര്യങ്ങളാണ്. നമ്മൾ അതിലേക്ക് ഇപ്പോൾ കിടക്കേണ്ടത്. പക്ഷേ ഇന്ന് നടക്കുന്ന ഈ നാശത്തിൻ്റെ മാർഗത്തിൽ വീണ്ടും അകൽച്ചയുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ സമുദായത്തിൽ എല്ലാവരും സന്നദ്ധമാകേണ്ടത് ഏറ്റവും അനിവാര്യമായൊരു കാലമാണ്.
അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ മുസ്ലിം ലീഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കേരള മോഡല് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നടപ്പിലാക്കുന്നതോടുകൂടി ഉള്ളൊരു അത് മനസ്സിലാവും. കാരണം എന്താ, കുറേ നന്മകൾ നമ്മൾ ചെയ്യും. അത് കേരളത്തിൽ അങ്ങനെയാണ് സക്സസ് സ്റ്റോറി കാണിച്ചു കൊടുത്തല്ലോ. അപ്പോൾ അത് കാണിച്ച് അങ്ങനെ നിലയിൽ കൊടുക്കാനുള്ള അവസരങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഏതായിരുന്നാലും ശരി, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ പുതിയ സാഹചര്യങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ നന്മയെ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും പ്രവൃത്തി ഭാഗത്തിലൂടെ. അതിൽ ക്ലാസിക്കൽ മോഡലായിട്ട് കേരളത്തിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് മനസ്സിലുള്ളത്. സമയം തിരക്കായതുകൊണ്ട്, കാരണം എനിക്ക് പോകണമെന്ന്, അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഇരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതിന് വളരെയേറെ സന്തോഷം.